guys, welcome back to our channel. So ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. എങ്ങോട്ടാണെന്നറിയോ? അങ്ങ് ദൂരെ കോയമ്പത്തൂർക്കാണ് പോകുന്നത് നമ്മൾ. യെസ് ഗൈസ്, നമ്മൾ ആദിയോഗി അല്ലെങ്കിൽ ഇഷ ഫൗണ്ടേഷൻ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ നിന്നൊരു ഇൻട്രോ പോലും എടുക്കാനുള്ള സമയം കിട്ടില്ല, കാരണം ക്വിക്കായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താണ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ അന്ന് നമ്മൾ സാറ്റർഡേ ആണ് പോകുന്നത്. സാറ്റർഡേ ഇപ്പം സമയം എത്രയായിന്ന് അറിയോ? ഒരു 3:30-4 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, ഈവനിങ് സമയത്ത്. പിന്നെന്താണ്, പിന്നെ ബാഗിൽ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെയാണ് ബാഗിൽ, അതുകൊണ്ടാണ് ഞാൻ ബാഗും കൂടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലക്കാട് അല്ലെങ്കിൽ നമ്മുടെ ഒറ്റപ്പാലം കഴിഞ്ഞ റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. ആൻഡ് ദിസ് ഇസ് ഗൈസ് വാളയാർ ചെക്ക് പോസ്റ്റ്. നമ്മുടെ പരമശിവം ഒരുപാട് സ്പിരിറ്റൊക്കെ കടത്തിയിട്ടുള്ള ആ ഒരു വാളയാർ ചെക്ക് പോസ്റ്റാണത്. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്, അടിപൊളിയാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ എന്താ പറയുക, രാത്രി ഇങ്ങനെ ആവാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടോ. അപ്പം കോയമ്പത്തൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ കൂടി നമ്മൾ പോകണം ആദിയോഗി പറഞ്ഞുള്ളൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതാ നല്ല ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടും മേ ബി. സോ നല്ല രസമാണ്, നല്ല ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഇഷ ഫൗണ്ടേഷനിൽ എത്തിയിട്ടുണ്ട്. യെസ്, ആദിയോഗി. നോക്കൂ ഗൈസ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്, പറയാൻ വാക്കുകളില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, റിയൽ കാണാൻ അതിനെക്കാട്ടി അടിപൊളിയാണ് കേട്ടോ. ആൻഡ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ആൻഡ് ഞാനിനി ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. നമുക്ക് ഇവിടെ എൻട്രി, അതായത് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള മാക്സിമം 8 മണിയാണ്. അതിന് ശേഷം ഇങ്ങോട്ട് വണ്ടികളൊന്നും കടത്തി വിടില്ല കേട്ടോ. രാവിലെ 6 മണി തൊട്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടെ വരാൻ നല്ല അടിപൊളിയായിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈവനിങ് തന്നെയാണ്. കാരണം 7 മണിക്കാണ് ഇവിടെ ലേസർ ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഷോ കാണാൻ എൻ്റെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നിങ്ങൾക്കും ബൈക്കിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വരാം, ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വരാം. ഞങ്ങളിപ്പം ഗൂഗിൾ മാപ്പൊക്കെ ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമുക്ക് എൻട്രി ഫീസ് പറഞ്ഞിട്ടുള്ള ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇപ്പം ബൈക്കാണെങ്കിൽ വെറും 10 രൂപയേ ഉള്ളൂ. കാറാണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 റുപ്പീസ് അങ്ങനെ എന്തോ പേ ചെയ്താൽ മതി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആദിയോഗിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്, നല്ല രസമുണ്ട്. ഹാൻഡ് ചുറ്റും നോക്കൂ ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. റിയൽ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു 3:30 ആ സമയത്ത് വന്നിട്ട് ഒരു കറക്റ്റ് ഒരു 7 മണിക്കാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ആദിയോഗിയിൽ എത്തുന്നത്. എന്തായാലും അടിപൊളി. അപ്പോൾ ഇവിടെ ബസ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. ബസ് സർവീസ് മീൻസ് നമുക്കിവിടെ ഒരു ബസ് സ്റ്റാൻഡ് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അപ്പം എത്രയോ ടൈമിനനുസരിച്ച് ബസ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പോൾ കാറ് വിളിച്ചിട്ട് ബൈക്ക് വിളിച്ചിട്ട് കാണണമെന്നും വരാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. ബൈക്കും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും, ബൈക്കിൽ കുറേ നേരം ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കുറേ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ഷോപ്പുണ്ട്, സൈഡിലുണ്ട്, കണ്ടോ ഇത് നോക്കൂ ഗൈസ്, ക്ലൗഡ്സ് നോക്കി നോക്കൂ. ഭയങ്കര നമ്മുടെ എന്താ പറയുക, നീല കളറ്, നമ്മുടെ ശിവൻ്റെ ഒക്കെ ഒരു ഇതുപോലെ എന്തൊക്കെയോ അവിടെ പോയപ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലിങ്സൊക്കെ വന്നു. ഐ ഡോണ്ട് നോ വൈ. ആൻഡ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ശിവൻ്റെ ചന്ദ്രക്കലയും പിന്നെ പൊട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് കറക്റ്റ് ടൈമാണ്. കാരണം നമ്മുടെ ലൈറ്റ്നിങ് എനിക്ക് തോന്നുന്നു 7 മണിക്ക് തുടങ്ങുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അതാണ് മെയിനായിട്ട് കാണേണ്ടത്. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്, പിന്നെ ഒരു റിഫ്രഷ്മെൻറ്റും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതായി സൈഡിലുള്ള ഈ ഒരു ഷോപ്പിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് വരുമ്പോൾ ഗൂഗിൾ പേ പ്രതീക്ഷിച്ച് വരികയെ ചെയ്യരുത് കേട്ടോ. കാരണം എല്ലാ ഷോപ്പിലും ഗൂഗിൾ പേ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ തന്നെ ആകെ പെട്ടിരിക്കുകയായിരുന്നു കേസ്. ആകെ ഒരു 100 രൂപ ഉണ്ടായതുകൊണ്ട് ചായ കുടിച്ച്, അല്ലെങ്കിൽ പറ്റൂല കേട്ടോ. അപ്പോൾ ക്യാഷ് എപ്പോഴും ലിക്വിഡായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് നിന്നപ്പോഴത്തേനും അവിടെ നിന്ന് ഇങ്ങനെ അനൗൺസ്മെൻറ്റും പാട്ടും ഒക്കെ കേട്ടു കേട്ടോ. അപ്പോൾ അവിടുത്തെ ലൈറ്റ്നിങ് ഏകദേശം തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഷെയ്ക്കില്ലായിരിക്കും, പക്ഷെ എന്നാലും ഒരു ഷെയ്ക്ക് ഉണ്ട്. കാരണം ഞാൻ ഓടി പോവാണ് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ, അതായത് ഈ ലൈറ്റ്നിങ് തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ 7 മണിയാകുമ്പോൾ ബാക്കിയുള്ള എല്ലാ ലൈറ്റ്സും ഒക്കെ ഓഫ് ചെയ്യും കേട്ടോ. ആ ഒരു ലൈറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഫ്രണ്ടിൽ നിറച്ചും ആളുകളാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ആദിയോഗിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ തപ്പിപ്പിടിച്ച കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ ഒരു ശിവഭഗവാന്റെ ആദിയോഗി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഈ ഒരു പ്രതിമ ഉള്ളത് വെള്ളിയാങ്കിരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വാരയിലാണ് ഈ ഒരു ആദിയോഗി പ്രതിമ ഉള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ആദിയോഗിയുടെ ഈ ഒരു പ്രതിമ ഏകദേശം 2 കൊല്ലം കൊണ്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. പിന്നീട് ഒരു 8 മാസം കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് പറയുന്നത്. അതാണ് ഈ ഒരു പ്രതിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടും പറയുന്നത്. പിന്നെ ഗൈസ്, ഇപ്പം നിങ്ങൾ എൻ്റെ ഈ ഫോണിൽ കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും, പക്ഷേ റിയൽ ഇതൊന്നുമല്ല ഗൈസ്. നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അടിപൊളിയാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല. 112.4 അടി ഉയരമുള്ള പ്രതിമയാണ് കേട്ടോ അത്. അതുപോലെ 24.99 മീറ്റർ വീതിയുണ്ട്. ടോട്ടൽ 147 അടി നീളമുള്ള ഒരു പ്രതിമയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കൊണ്ടാണ് ഇത്ര ചെറുതായിട്ട് തോന്നുന്നത്, പക്ഷേ നേരിട്ട് കാണാൻ ഇതൊന്നുമല്ല ഗൈസ്, വേറെ ലെവലാണ്. പിന്നെ ഈ ഒരു ആദിയോഗി പ്രതിമ ഗിന്നസിലും റെക്കോർഡ് നേടിയിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർത്തുക്കായ പ്രതിമ എന്നാണ് റെക്കോർഡുള്ളത്. പിന്നെ ശിവഭഗവാന്റെ കഴുത്തിലുള്ള ഈ ഒരു സർപ്പത്തിനെ സൗഹൃദത്തിൻ്റെയും അതുപോലെ ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിൻ്റെയും തെളിവെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഇത്രയും വലിയ ഈ ഒരു ശിവഭഗവാന്റെ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റീൽ വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ശിവപ്രതിമ പണി പൂർത്തിയായിട്ടുള്ളത് ഫെബ്രുവരി 24, 2017 വർഷത്തിലാണ് കേട്ടോ. പിന്നെ അവിടെ മൈക്കിലൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എബൌട്ട് ഈ ഒരു ആദിയോഗിനെ കുറിച്ചിട്ടൊക്കെ. പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് കേൾക്കുന്നില്ല, കാരണം നമ്മൾ നിൽക്കുന്നതും കുറച്ച് ബാക്കിലാണ്. ഒരുപാട് ഫ്രണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും ഫോണും ക്യാമറയും പിടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഭഗവാന്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് എന്തൊക്കെയോ ചെല്ലുന്നും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഓക്കെ, പക്ഷെ അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ല തിരക്കുമാണ് കേട്ടോ അവിടെ. ഓക്കെ, ഇനി നമ്മൾ അവിടെ നടക്കുന്നതൊക്കെ നിങ്ങൾ ലൈവായിട്ട് ഇരുന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ വോയിസ് ഒന്നും കൊടുത്ത് ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ മാറി 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 വരും കേട്ടോ.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ ലൈറ്റ് ഷോ കഴിഞ്ഞു കേട്ടോ. എന്താണെന്നാ പറയുക, ഭയങ്കര ഗോസ് ബംസ് ആയിരുന്നു. എസ്പെഷ്യലി അർദ്ധനാരിയൊക്കെ കണ്ടപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഡെഫിനറ്റ്ലി ഗൈസ് നിങ്ങളിവിടെ വരണം. വരികയെന്നുണ്ടെങ്കിൽ ഈ ലൈസർ ഷോ കാണാൻ തരത്തിൽ ഇപ്പം ഞങ്ങൾ വന്ന മാതിരി ഒരു ഈവനിങ് ഒക്കെ വന്നിട്ട് 7 o'clock ആകുമ്പോൾ ഇവിടെ തിരിച്ചു പോകണം കേട്ടോ. നിങ്ങൾ ചുമ്മാ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ഡെഫിനറ്റ്ലി യു വാണ്ട് ടു സീ ദിസ് ലൈസർ ഷോ. പരിഷ്കാരി ഏതാ ഈ പരിഷ്കാരി? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഇവിടെ മെഡിറ്റേഷൻ അതുപോലെ യോഗയൊക്കെ ചെയ്യുന്ന മെയിൻലി യോഗ മെഡിറ്റേഷനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശിവരാത്രിയുടെ അന്നൊക്കെ വരികയാണെങ്കിൽ അടിപൊളി പ്രോഗ്രാംസൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ കാളവണ്ടി. ഈ കാളവണ്ടിയിൽ കയറാന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവിടും കേട്ടോ. പക്ഷേ ഒരുപാട് ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ വൈകുന്നേരം ഇങ്ങനെ കാറ്റ് കൊണ്ട് നടക്കാൻ നല്ല സുഖമല്ലേ. പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കാളവണ്ടിയിൽ നിങ്ങൾക്ക് അവിടെ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. പക്ഷേ ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ആദിയോഗിയുടെ ലൈറ്റ്നിങ് ഒക്കെ കണ്ടിട്ട് ഒരു കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുണ്ട്. അതല്ലെങ്കിൽ കാളവണ്ടിയിൽ വരാം കേട്ടോ. പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെ നടന്നു വരാൻ നല്ല രസമാണ്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കയറാൻ പറ്റുമോ എന്നറിയില്ല, എന്തായാലും ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ക്യാമറയും മൊബൈലൊന്നും എല്ലൗഡ് അല്ല എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അല്ലേ കിട്ടും? കയറാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ്, നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. കാരണം നമ്മൾ ലേറ്റായി, 8 മണി വരെയൊക്കെ ഉള്ളൂ. കാരണം ലേസർ ഷോയുടെ മുന്നേ തന്നെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറേണ്ടത് മേ ബി. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങളിതാ ആദിയോഗിയുടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഒരാൾ കിടന്നു, സുഖം കൊണ്ട് കിടന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതാ ആദിയോഗിക്കൊക്കെ പോയി ഫുൾ ചുറ്റ് കറങ്ങിയിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഫുൾ വണ്ടികൾ നിരത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ പേരൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബാക്ക് ടു ഹോമാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ മാപ്പ് ഇട്ടിട്ട് വീട്ടിലേക്ക് പോകും. അവിടെ ഒരു 1 o'clock 2 o'clock ഒക്കെ ആവും തോന്നുന്നു എത്താൻ. അത്യാവശ്യം കുറേ ഹവേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടു. റെയിൻകോട്ട് ഇട്ട് പിന്നെ ഞാനിട്ടു. കുറച്ചൊക്കെ നനഞ്ഞു, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇനി റെയിൻകോട്ട് ഇട്ടിട്ടാണ് ബാക്കി യാത്ര. ഓക്കെ, അപ്പോൾ അതാ നമ്മളിനി കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചത് നല്ല ചൂടുള്ള ദോശയും പിന്നെ ചട്നിയും സാമ്പാറും പിന്നെ ചമ്മന്തിയും പുതിന ചട്നിയും ഒക്കെ ആയിട്ടാണ് കഴിക്കുന്നത്. ആൻഡ് പിന്നെ നമ്മളൊരു സൈഡ് ഡിഷും കൂടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ചിക്കൻ ചില്ലി. അപ്പോൾ അതും ദോശയും കൂടിയിട്ടാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ചായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും അവിടെ ഒരു തവണയെങ്കിലും പോയി കാണണം. അത് പകലല്ല ഞാൻ പറയുന്നത്, ഈ ഒരു നൈറ്റ് ഈ ഒരു ടൈമിൽ ഇപ്പം ഞങ്ങളൊരു പോയ ടൈം ഈ ഒരു ലൈസർ ഷോ നിങ്ങൾ ഡെഫിനറ്റായിട്ടും കാണണം. അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഫോണിൽ കാണുന്നത് പോലെയല്ല, നേരിട്ടിട്ട് അത് എന്താ പറയുക, ഭയങ്കര കാമിങ് ആണ്, ഭയങ്കര പീസ്ഫുള്ളാണ്. അതുപോലെ ഭയങ്കര സ്ട്രെസ് റിലീഫാണ്, ഭയങ്കര ഫുൾ ഓഫ് പോസിറ്റിവിറ്റി ആണ് കേട്ടോ. ഫുൾ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നത് മാതിരിയൊക്കെ തോന്നും. ഞാൻ ഭയങ്കരമായിട്ട് എന്തൊക്കെ പറയുന്നതല്ല, പക്ഷേ എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് തോന്നി. എനിക്കെന്തായാലും ഇനിയും അങ്ങോട്ട് പോകണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ബാക്കി ഭാവിയിൽ ഞാൻ പോകുമായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാത്ത ഗൈസ്, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റ ബൈ.